best man. Better. Hey, hey. Feel the rhythm and the best man. Better. Hey, hey. Oh, hey, hey. Hey, hey. Oh, hey, hey. എടാ ബോബി എവിടെ? ബാത്റൂമില്. അപ്പൊ ഇതുവരെ റെഡി ആയില്ലേ? 4 വർഷമായിട്ട് ഗീതയെ പ്രൊപ്പോസ് ചെയ്യാൻ പറഞ്ഞോണ്ടിരിക്കുവല്ലേ? ചുമ്മാ ഇങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് കാര്യമുണ്ടോ? 4 ദിവസം കൊണ്ട് പ്രോജക്ട് വർക്കും കഴിയാൻ പോവാ. ഇനിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മിസ്സാവുന്ന ഉറപ്പാ. ഞാൻ റെഡി. എവിടെ പോവാ? ഇന്റർവ്യൂവിനാണോ? ഒരൊറ്റ തേപ്പ്. ഒരു പെണ്ണിനെ പ്രൊപ്പോസ് ചെയ്യാൻ ആരെങ്കിലും പള്ളിയിലെ കപ്പിയാരെ പോലെ പോവോ? ഇവനെ കണ്ടിട്ട് എന്റെ മൂടും കൂടെ പോയി. അളിയ നീ ഒന്ന് കൂളാവ്, ഞാൻ നോക്കിക്കോളാം. നീ ഒന്ന് ചുമ്മാ ഇരിടാ. ഗീത ഒരു കളർഫുൾ ആയിട്ട് ഇറങ്ങി വരുമ്പോ ഇവനോ മണഗുണാഞ്ചനെ പോലെ വന്ന് നിക്കുന്ന കണ്ടില്ലേ? ടെൻഷൻ ആവല്ലേ, ഞാനുണ്ടല്ലോ. നീ വന്നേ. ഇതൊക്കെ ഇനി എന്തെങ്കിലുമൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട്. എന്നാ വാടാ. എന്നാ പോയേക്കാം. നോക്ക് ബോബി, ഒരു പെണ്ണിനോട് പ്രേമം പറയാൻ പോകുന്നത് MAക്ക് എക്സാം എഴുതുന്ന പോലെയാ. പാസ്സാവുന്ന ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഇനി അഥവാ ഫെയിൽ ആയാലും തളർന്നു പോരുത്. സൂപ്പർ ആയിട്ട് പറഞ്ഞില്ല. നീ നിന്റെ ഇഷ്ടം അവളോട് പറഞ്ഞ ഉടനെ ഈ തുമ്പി തുള്ളുന്ന കൊച്ചു പെമ്പിള്ളാരെ പോലെ ഓന്ന് പറഞ്ഞുകൊണ്ട് ചാടും. ചിലപ്പോ പിച്ചും കുത്തും അടിച്ചെന്നിരിക്കാം. അതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട. നീ അത് കാര്യമായിട്ട് എടുത്താൽ നമ്മുടെ പദ്ധതി എല്ലാം കൂടി. സോ ടേക്ക് ഇറ്റ് ഈസി മാൻ. അവളുടെ അച്ഛനോട് പറയാതിരുന്നാ മതി. എടാ ബോബി, നീ അവരെ കണ്ട് പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഫ്രീ ആയിട്ട് വിട്. ഇത് കണ്ട പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന പോലെയല്ല, പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്ന പോലെ ഉണ്ട്. ഇപ്പോഴാണ് നീ കറക്റ്റ് പോയിന്റിന് വന്നിരിക്കുന്നത്. 4 വർഷമായിട്ട് നീ വെറുതെ സമയം കളയല്ലായിരുന്നു. കോൺഫിഡൻസ് വേണോടാ. നിനക്ക് എത്ര കോൺഫിഡൻസ് ഉണ്ടാവുന്നോ ഗീത ഉടനെ തന്നെ ഫാസ്റ്റില് കൺവീൻസ് ആയി സെറ്റ് ആയിക്കോളും. അത്രേ ഉള്ളൂ. എന്താന്നറിയില്ല, എനിക്ക് നെർവസ് ആവുന്നടാ. ഒന്ന് സന്തോഷമായിട്ട് പറയടാ. എന്നാ പിന്നെ നീ പോയി പ്രപ്പോസ് ചെയ്യും. ചുമ്മാ ഇരിടാ. ബോബി, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. വീസിലടിച്ച് ഞാൻ ഫിഗർ വന്ന് നടത്തും. ഓക്കെ? എടത് ഫ്രണ്ടിന്റെ കാമുകയാടാ. ഫിഗർ കിഗറൊന്നും പറയല്ലേ, സഹോദരി എന്ന് പറഞ്ഞാ മതി. മനസ്സിലായോ? ഗീത, എന്താ ബോബി? സിദ്ധു നിന്നെ 4 വർഷമായിട്ട് പ്രേമിക്കുക. പ്ലീസ് അക്സെപ്റ്റ് ഹിം. ബോബി, നിന്നോട് ഞാൻ ഫസ്റ്റ് ഇയർ മുതൽ പറയാ, അവന്മാരുടെ കൂടെ ചുറ്റിക്കറങ്ങല്ലേ. ഗീത, അവനിപ്പോ നീ വിചാരിക്കുന്ന പോലെയൊന്നല്ല. എല്ലാ അറിയേഴ്സും ക്ലിയർ ചെയ്തു. അറിയോ, ഇപ്പൊ ക്യാമ്പസ് ഇന്റർവ്യൂവിൽ അവൻ സെലക്ട് ആയിരിക്കാ. ജോലി എന്നെ കൺവിൻസ് ചെയ്യാൻ വെറുതെ ട്രൈ ചെയ്യാൻ നോക്കണ്ട. അവൻ എങ്ങനെയുള്ളവനാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. അവന്റെ റെക്കോർഡ്സ് എഴുതുന്നത് നീയാണ്, അവന്റെ പ്രൊജക്ട് ചെയ്യുന്നത് നീയാണ്, പാസ്സാവാൻ സഹായിക്കുന്നത് നീയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? ഇപ്പൊ അവന് ജോലി കിട്ടാൻ കാരണം കൂടി നീയല്ലേ ബോബി? അവനെ കൊണ്ടൊരു ചുക്ക് നടക്കില്ല, അതെനിക്ക് നന്നായിട്ട് അറിഞ്ഞൂടെ? സിദ്ധു, അവർ രണ്ടുപേരോട് എന്തായിരിക്കും പറയുന്നത്? ഞാൻ പറയാം കേട്ടോ. എന്തിനാ ബോബി ഇതെല്ലാം? സിദ്ധുവിനെ എനിക്കും നല്ല ഇഷ്ടാ. എന്റെ അച്ഛൻ പ്രിൻസിപ്പൽ അല്ലായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ ഓടിപ്പോയേനെ. അങ്ങനെയാ പറയുന്നതൊക്കെ ശരിയാണോടെ? സത്യമാടാ. അതൊന്നും ശരിയാവില്ല ബോബി. നീ പ്രേമിക്കുന്നുണ്ടെങ്കിൽ പറ, കൺസിഡർ ചെയ്യാം. ഇല്ല. ചേച്ചേ, എന്റെ ഒപ്പീനിയൻ അതല്ല. എനിക്കിതിൽ ഇൻട്രസ്റ്റും ഇല്ല. ഗീതേ, ഈ പൂവെങ്കിലും വാങ്ങിക്കാം, അല്ലെങ്കിൽ അവൻ വിഷമിക്കും. ഇത് എവിടെ വെക്കണമെന്നേ അവന് നന്നായിട്ട് അറിയാം. കൊണ്ടു കൊടുക്ക്. ചുമ്മാ വിട്ടുകളയടാ. പ്രിൻസിപ്പലിന്റെ മോളെന്നൊരു ജാട അവൾക്ക് തീർച്ചയായിട്ടും കാണുമല്ലോ. അതുകൊണ്ട് അത് സീരിയസ് ആക്കണ്ട, എല്ലാം ശരിയാവും. എക്സ്ക്യൂസ് മീ. സിദ്ധു, നിനക്ക് അഹങ്കാരം കുറച്ച് കൂടുതലാ. ഇന്ന് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. അവക്ക് ഈഗോ കൂടിയിട്ട് അവളുടെ അച്ഛനോട് കംപ്ലൈന്റ് ചെയ്താലോ? പറഞ്ഞ കുന്തവാ. എന്താടാ, എന്റെ മകളോട് നേരിട്ട് കല്യാണം ആലോചിക്കുമല്ലേ? നിന്നെ ശരിയാക്കി തരാവടാ. സുശീലേ, ഇവരെ 1 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തായിട്ട് ലെറ്റർ അടിക്ക്. ഈ കോളേജെങ്കിലും നശിച്ചു പോകാതിരിക്കും. ഓക്കേ സർ. സാറേ, 4 ദിവസം കൂടെ ഉള്ളു ഇനി കോളേജ്. ഇനി സസ്പെൻഡ് ചെയ്തിട്ട് എന്ത് കാര്യം? എന്താടാ, നീ എന്നെ കളിയാക്കിയാണല്ലേ? സുശീലേ, ഇവനൊക്കെ വെറും ബാഡ് ആണെന്ന് സർട്ടിഫിക്കറ്റ് എഴുതി ചേർത്തേക്ക്. എവിടെ പോയാലും ഒരു ജോലി പോലും കിട്ടരുത്. എടാ സിദ്ധു, ഇവിടെ വീണ്ടും വന്നിരിക്കടാ. ഇവന്മാരുടെ ലൈഫ് തന്നെ ഞാൻ ക്ലോസ് ചെയ്തു. നീ ക്ലാസ്സിൽ പോ മോളെ. അതല്ല അച്ഛാ, സുരേഷിന്റെ ബാച്ചിൽ നിന്ന് ഒരു ലവ് ലെറ്റർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങൾ
നിങ്ങളുടെ മോളെ ഞാൻ ഒരുപാട് നാളായിട്ട് പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ സുശീലേ, ഇവരുടെ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് റെഡിയാക്ക്. എന്താ മോളെ? രമേഷിന്റെ ബാച്ച് ചെയ്ത് തന്നതാ. കാമുകി എത്ര പരിശുദ്ധം, കാമുകിടച്ചനതിലും മോശം. സുശീലേ, ഒരുത്തൻ നല്ലതല്ലെന്ന് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് കൊടുത്താ അവൻ മോശം. പക്ഷേ എല്ലാവർക്കും കോണ്ടാക്ട് ബാഡെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്താ ഞാൻ തന്നെയാ മോശക്കാരൻ. അതെ സർ. ഒരു കാര്യം ചെയ്യേ, എന്റെ മോളെ അങ്ങ് സസ്പെൻഡ് ചെയ്യേ. ഞാൻ അനുഭവിക്കുന്ന ഈ സമയദോഷം അങ്ങ് മാറിക്കിട്ടും. നല്ല ഐഡിയ സർ. നീ പോ, ചെന്നിട്ട് കരഞ്ഞു വീഴുന്ന ഏതെങ്കിലും സീരിയൽ കാണാൻ നോക്ക്. എടാ സിദ്ധു, ഇപ്പം നീ സന്തോഷിച്ചോ? അതായത് നീ തീർക്കാനുള്ള ഒരു പ്രോജക്റ്റ് ബാക്കിയുണ്ടെന്ന് നീ ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കോളേജിലെ പെമ്പിള്ളേരെക്കാളും ജയൻ കോളേജിലെ പെമ്പിള്ളേരെ അടിപൊളി. സത്യമാടാ, എല്ലാം അടിപൊളിയാ. ഇവിടെ വന്നെല്ലാം ചെയ്താൽ മതിയായിരുന്നു. നീ എവിടെ പോകുന്നു? പാവാടാ, അറിയോ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഹോൾ ടിക്കറ്റാ. 10:30 എക്സാം മിസ്സായ പിന്നെ അറിയർ എഴുതേണ്ടി വരും. എടാ ബോബി, ആവശ്യമില്ലാത്ത പണിയാണ്. എക്സാമിന് ഹാഫ് ആൻ അവറേ ഉള്ളൂ. ഒരു മിനിറ്റടാ, ഇപ്പൊ കൊടുത്തിട്ട് വരാം. എടാ നീ വണ്ടി എടുക്ക, എനിക്ക് വിശക്കുന്നാവും, പെട്ടെന്ന് വന്നോളൂ. ഇല്ല, ഞാൻ പറയുന്നത് കേൾക്ക. ഹോൾ ടിക്കറ്റ് ഇല്ലാതെ പരീക്ഷ എഴുതാൻ പറ്റില്ല. ലൈഫാണ് സർ. ഒരു പ്രാവശ്യം കൺസിഡർ ചെയ്യ് സർ, ഒരു പ്ലീസ് കാര്യമില്ല. സർ. അത് നടക്കില്ല, അതല്ലേ പറയുന്നത്. ഹലോ, എത്ര പറഞ്ഞു കൊടുത്തിട്ട് ഇവർക്ക് മനസ്സിലാവില്ലെന്ന് വെച്ചാ. ദൈവമേ. ഹലോ, പറഞ്ഞോളൂ. അത് അമ്പലത്തിലേക്ക് വന്നതാ. ഈ സമയത്ത് അമ്പലത്തിലോ? അത് ഒരു നേർച്ച, അതൊരു നേർച്ച നേർന്നില്ലായിരുന്നു ഞാൻ. അതിന് വന്നതാ. ശരി, എന്നാ പിന്നെ നീ തൊഴ. അതെ, വളരെ നന്ദിയുണ്ട്. എനിക്ക് നിങ്ങൾ ഒരു താങ്ക്സ് കൂടെ പറയണം. എന്തിനാ? നിങ്ങളുടെ ഹോൾ ടിക്കറ്റ്. ഓ മൈ ഗോഡ്, നിങ്ങളൊരു വലിയ ഹെൽപ്പ് എനിക്ക് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ഇത് മറക്കില്ല.